കന്നുകാലി കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനം കേന്ദ്രം പുനഃപരിശോധിച്ചേക്കും. പരാതികൾ പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് മനു ശങ്കർ ചേരുകയാണ്. മനു, പ്രതിഷേധങ്ങളെ തുടർന്നാണോ കേന്ദ്ര സർക്കാരിന്റെ നീക്കം? പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ആവശ്യപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു വിശദീകരണം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളമടക്കം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്ത് മുഖാന്തരം അറിയിച്ചിരുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് കന്നുകാലികളെ കശാപ്പിന് വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര വിജ്ഞാപനമെന്നും അതിനാൽ ഇത് പുനഃപരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി കേരളം പ്രതിഷേധം അറിയിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ പശ്ചിമ ബംഗാൾ അതോടൊപ്പം കർണാടക സംസ്ഥാനങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ BJP മേഘാലയ ഘടകത്തിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് വഴിവെക്കുകയും BJPയിലെ മുൻ ജില്ലാ പ്രസിഡന്റ് മേഘാലയയിലെ ജില്ലാ പ്രസിഡന്റ് അടക്കം രാജിവെക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിജ്ഞാപനം സംബന്ധിച്ചുള്ള പരാതികളെല്ലാം പരിശോധിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ചില ആശങ്കകളും തെറ്റിദ്ധാരണകളും മാധ്യമങ്ങൾ പരത്തുന്നു എന്നാണ് ഹർഷവർദ്ധൻ ഇക്കാര്യത്തിൽ വിശദീകരണമായി നൽകിയിരിക്കുന്നത്. നിലവിൽ രാജ്യത്ത് കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നതിന് ഒരു നിയന്ത്രണവുമില്ല. പകരം സുപ്രീം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കന്നുകാലികളെ ചന്തകളിൽ വിൽക്കുന്നതിനും മറ്റും ഈ നിയന്ത്രണം ശക്തമാക്കണമെന്ന് നേരത്തെ ഒരു സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. ഇത് ശക്തമായി നടപ്പാക്കുന്നതിനുള്ള വിജ്ഞാപനം പുനഃപ്രസിദ്ധീകരിക്കുക മാത്രമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചെയ്തത് എന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കന്നുകാലികളെ ചന്തകളിൽ വിൽക്കുന്നതിന് നിയമങ്ങൾ ശക്തമാക്കി നടപ്പാക്കുന്നതിനൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്ന് മാത്രമാണ് ഹർഷവർദ്ധൻ വിശദീകരിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ നിലവിൽ ഇപ്പോൾ സംസ്ഥാനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പരാതികൾ തെറ്റിദ്ധാരണകൾ ഉളവാക്കുന്ന രീതിയിൽ ആശങ്ക പടർത്തുന്നതാണോ എന്നത് സംബന്ധിച്ച് പരിശോധിക്കും. അതിനുശേഷം വേണമെങ്കിൽ ഒരു മാറ്റത്തിന് തയ്യാറാണ് എന്ന സൂചനയാണ് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ നടത്തുന്നത്. നിലവിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് ആരാഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനാലാണ് ഇത്തരം ഒരു വിശദീകരണവുമായി ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ തന്നെ ഈ കന്നുകാലി കശാപ്പിന് നിരോധനമുള്ള മൃഗങ്ങളുടെ പട്ടികയിൽ നിന്ന് ഈ എരുമയെയും പോത്തിനെയും ഒഴിവാക്കി ഒരു പുനർവിജ്ഞാപനത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വിജ്ഞാപനത്തിൽ ചെറിയ ഇളവുകൾ കൊണ്ടുവന്ന് നിലവിലെ പ്രതിഷേധം തണുപ്പിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കരുതുന്നത്. അതായത് ഇളവുകൾ നൽകി മുഖം രക്ഷിക്കാനുള്ള നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായും അങ്ങനെയാണ് വിലയിരുത്തേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോൾ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ഒരു ചെറിയ ഇളവുകൾ എന്ന് മാത്രമാണ് കേന്ദ്രം ഇപ്പോൾ മുന്നിൽ കാണുന്ന ഒരു ഉപാധി. ഇതിന്റെ ആദ്യ ഭാഗം എന്നോണം പോത്തിനെയും എരുമയെയും ഒഴിവാക്കി നേരത്തെ ഈ നിരോധിച്ച മൃഗങ്ങളുടെ പട്ടികയിൽ പശു, പോത്ത്, എരുമ, ഒട്ടകം അടക്കമുള്ള മൃഗങ്ങളിൽ നിന്ന് പോത്തിനെയും എരുമയെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു പുനർവിജ്ഞാപനത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിവിധ സംസ്ഥാനങ്ങൾ പരാതി ഉന്നയിച്ചുവെങ്കിലും ഇപ്പോഴും കേന്ദ്രമന്ത്രി പറയുന്നത് സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശാനുസരണം വിജ്ഞാപനം നിയമം ശക്തമാക്കാനായി പുറപ്പെടുവിച്ചു എന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിശദീകരണം നൽകുന്നത്. അതിനാൽ തന്നെ അടിയന്തരമായി വിജ്ഞാപനം പിൻവലിക്കാൻ ഉള്ള ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കാൻ സാധ്യതയില്ല. പകരം ഒരു ചെറിയ ഇളവുകൾ നൽകി ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്കിടയിൽ ഒരു വിശദീകരണം നൽകുക എന്ന ഒരു നിലവിലെ മാർഗമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കാണുന്നത്. അതിന്റെ ഭാഗം എന്നോണം വേണം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ വിശദീകരണത്തെ ഇപ്പോൾ കണക്കാക്കാൻ. വളരെ നന്ദി മനു ശങ്കർ. ഹർഷവർദ്ധന്റെ വാക്കുകളിലേക്ക്. इसी स्लॉटरिंग के बिजनेस को प्रभावित करने के लिए किए गए हैं, लेकिन इस सब के बावजूद भी अगर समाज में किसी को कोई इसके बारे में मिसकंसेप्शन हुआ है तो हमने फिर भी कहा है कि कोई भी हमें रिप्रेजेंटेशन जो मिलेगा या मिले हैं हम उनको पूरे प्रामाणिकता से और पूरी ऑब्जेक्टिविटी के साथ उनका विश्लेषण करेंगे. पहले भी जो कानून बनाए गए थे उनको हमारे विभाग ने वेबसाइट पर रखा, पब्लिक डोमेन में रखा, 1 महीने का समय लोगों को दिया. अभी भी कोई सुझाव आएंगे उनके ऊपर भी हम पूरी गंभीरता से जो है चिंतन करेंगे. हमारा इस बारे में कोई किसी किस्म का कोई ये प्रेस्टीज इशू का विषय ही नहीं है. വിയറ്റ്നാമിൽ നിന്നും കാലിത്തീറ്റ എന്ന ലേബലിൽ കുറഞ്ഞ കസ്റ്റംസ് തീരുവ നൽകി ഗുണനിലവാരം കുറഞ്ഞ പരിപ്പ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന്റെ തെളിവുകൾ കാഷ്യൂ കോർപ്പറേഷൻ പുറത്തുവിട്ടു. കൊച്ചി തുറമുഖം വഴി എത്തിക്കുന്ന വില കുറഞ്ഞ കശുവണ്ടി പരിപ്പ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരിപ്പിനൊപ്പം കൂട്ടിക്കലർത്തി വിദേശത്തേക്ക് കയറ്റുമതി നടത്തുന്നു. വിദേശ നാണ്യം തേടിത്തരുന്ന വ്യവസായത്തെ തകർക്കുന്നതിനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് ആരോപണമുയരുകയാണ്.
ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരള നിർമ്മിത കശുവണ്ടി പരിപ്പിന് വിദേശ രാജ്യങ്ങളിലുള്ള ഡിമാൻഡ് മുതലെടുത്താണ് കേരളത്തിലെ പരിപ്പാണെന്ന വ്യാജേന വിൽപ്പന. വിയറ്റ്നാമിൽ നിന്നും അവിടുത്തെ സർക്കാരിന്റെ കയറ്റുമതി ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയാണ് കേരളത്തിലേക്ക് പരിപ്പ് കൊണ്ടുവരുന്നത്. തുടർന്ന് കേരളത്തിലെ പരിപ്പുമായി കൂട്ടിക്കലർത്തി ഇവിടെ നിന്നും കയറ്റുമതി നടത്തുമ്പോൾ ലഭിക്കുന്ന ഇളവുകളും കച്ചവടക്കാർ ചൂഷണം ചെയ്യുന്നു. യന്ത്രവൽക്കരണം വ്യാപകമായതിനാൽ വിയറ്റ്നാമിൽ കശുവണ്ടി ഉൽപാദനത്തിന് ചെലവ് കുറവാണെന്നതിനു പുറമെ നിരവധി ഇളവുകളും സർക്കാർ നൽകുന്നുണ്ട്. കേരളത്തിലെ ചില കശുവണ്ടി വ്യവസായികൾ വിയറ്റ്നാമിൽ വ്യവസായം നടത്തി പരിപ്പ് കൊച്ചിയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെന്ന് കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ആരോപിച്ചു. അപ്പം നല്ല പരിപ്പ് അമേരിക്ക എടുക്കുന്നു, അവർക്ക് വേണ്ടാത്തത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. ഇവിടേക്ക് കയറ്റി അയക്കുമ്പോൾ അത് കാലിത്തീറ്റ എന്ന നിലയിലാണ് ഫലത്തിൽ കയറ്റി അയക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഗ്രേഡ് എന്ന പരിപ്പ് നമ്മൾ തന്നെ കമ്പോളത്തിൽ ഇറക്കുന്നുണ്ട്. കാലിത്തീറ്റ എന്ന നിലയിലാകുമ്പോൾ 4% ഡ്യൂട്ടി കൊടുത്താൽ മതി, മറ്റേതാകുമ്പോൾ 45% ഡ്യൂട്ടി വേണം. അത് ഇവിടുത്തെ ചില വ്യവസായികളായിട്ടുള്ള ആളുകൾ അത് തരംതിരിച്ച് പല പാക്കറ്റുകളാക്കി കമ്പോളത്തിൽ വെക്കുന്നു. 2016 ഏപ്രിൽ മുതൽ 2017 ജനുവരി വരെ 3018 മെട്രിക് ടൺ കശുവണ്ടി പരിപ്പാണ് കൊച്ചി തുറമുഖത്ത് പ്രത്യേക സാമ്പത്തിക മേഖല വഴി എത്തിച്ചത്. ഇതിന് 157.16 കോടിയോളം രൂപ വില വരും. 2015-2016 വർഷം 2307 മെട്രിക് ടൺ പരിപ്പ് ഇറക്കുമതി ചെയ്തുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശരാശരി ഒരു മാസം 15 കോടിയോളം രൂപയുടെ വിയറ്റ്നാം പരിപ്പ് കേരളത്തിലേക്ക് എത്തിച്ചുവെന്ന് കേരള കശുവണ്ടി വികസന കോർപ്പറേഷന് ലഭ്യമായ കണക്കുകൾ. വിയറ്റ്നാം പരിപ്പ് ഈ വിധം ഇറക്കുമതി തുടർന്നാൽ കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന് വൻ ഭീഷണിയാവും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽപ്പനയ്ക്ക് വിയറ്റ്നാം പരിപ്പാണ് ഉള്ളത്. പല ബ്രാൻഡുകളിലാണ് ഇവ വിൽക്കുക. കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന് ഉയർത്തുന്ന ഭീഷണി ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനം നൽകാനാണ് കാഷ്യൂ കോർപ്പറേഷന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മന്ദിരത്തിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങിൽ നിന്ന് മുൻ സംഘടനാ സെക്രട്ടറിയും മാരാർജി ട്രസ്റ്റ് കമ്മിറ്റി അംഗവുമായ PP മുകുന്ദനെ ഒഴിവാക്കി. മാരാർജി ട്രസ്റ്റിലെ 5 അംഗങ്ങളിൽ 4 പേരെ ക്ഷണിച്ചപ്പോഴും മുകുന്ദനെ മാത്രം പാർട്ടി നേതൃത്വം ഒഴിവാക്കുകയായിരുന്നു. ക്ഷണിക്കാത്തതിലുള്ള തന്റെ പ്രതിഷേധം അറിയിച്ച് മുകുന്ദൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന് കത്തയച്ചു. ഇന്ന് രാവിലെ BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായാണ് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പുതിയ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. ചടങ്ങിലേക്ക് മാരാർജി സ്മാരക സമിതി ട്രസ്റ്റ് അംഗങ്ങളായ 5 പേരിൽ PP മുകുന്ദൻ ഒഴികെയുള്ള 4 പേർക്കും ക്ഷണമുണ്ടായിരുന്നു. O രാജഗോപാൽ, ശ്രീധരൻപിള്ള, K രാമൻപിള്ള, അയ്യപ്പൻപിള്ള എന്നിവരാണ് മറ്റു 4 പേർ. തന്നെ BJP നേതൃത്വം ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ലെന്ന് PP മുകുന്ദൻ പീപ്പിളിനോട് പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാങ്ങിയത് PP മുകുന്ദൻ ഉൾപ്പെടുന്ന മാരാർജി ട്രസ്റ്റായിരുന്നു. തന്നെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം വ്യക്തമാക്കി മുകുന്ദൻ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന് കത്തയച്ചു. മാരാർജി അനുസ്മരിക്കുന്ന വൈകാരികമായ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ അതിയായ ദുഃഖമുണ്ടെന്നായിരുന്നു കത്തിൽ മുകുന്ദൻ സൂചിപ്പിച്ചത്. മാരാർജി ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതിന്റെ പൂർവികരിൽ നിന്ന് വാങ്ങുന്നതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്നും മുകുന്ദൻ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലണ്ടനിൽ വീണ്ടും ഭീകരാക്രമണം. കാൽനട യാത്രക്കാർക്കിടയിലേക്ക് വാൻ ഇടിച്ചു കയറ്റിയായിരുന്നു തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ലണ്ടൻ ബ്രിഡ്ജിൽ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് വാൻ ഓടിച്ചു കയറ്റിയാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. പ്രാദേശിക സമയം ശനിയാഴ്ച രാത്രി 10-ന് ശേഷമാണ് ലണ്ടൻ ബ്രിഡ്ജിൽ ആക്രമണമുണ്ടായത്. 20ഓളം പേരെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം വാനിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങി യാത്രക്കാരെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാനിലുണ്ടായിരുന്ന 3 അക്രമികളെയും പോലീസ് ലണ്ടൻ ബ്രിഡ്ജിൽ വെച്ചു തന്നെ വെടിവെച്ചു കൊന്നു. ആക്രമണത്തെ തുടർന്ന് ലണ്ടൻ ബ്രിഡ്ജ് താൽക്കാലികമായി അടച്ചു. അതേസമയം തന്നെ ബോറോ മാർക്കറ്റിൽ ആക്രമണമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. 2 ആക്രമണങ്ങളും തീവ്രവാദികൾ നടത്തിയതാണെന്ന് പ്രധാനമന്ത്രി തെരേസ മേ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. മെയ് 22-ന് ഭീകരാക്രമണം നടന്ന മാഞ്ചസ്റ്റർ അരീനയിൽ അരിയാനെ ഗ്രാൻഡെ ഇന്ന് വീണ്ടും പാടും. ഭീകരാക്രമണത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് ഗ്രാൻഡെ ഇന്ന് വീണ്ടും അതേ വേദിയിൽ പാടുന്നത്. അരിയാനെ ഗ്രാൻഡെക്കൊപ്പം ജസ്റ്റിൻ ബീവർ, കാറ്റി പെറി, മിലി സിറസ് എന്നിങ്ങനെ ലോകത്തെ എണ്ണം പറഞ്ഞ പാട്ടുകാരെല്ലാം ഇന്ന് അരിയാനയ്ക്കൊപ്പം പാടുന്നുണ്ട്. ചോരയുടെ മണമുള്ള മാഞ്ചസ്റ്റർ അരീനയിലെ അതേ വേദിയിൽ അരിയാന ഗ്രാൻഡെ ഇന്ന് വീണ്ടും പാടാനിറങ്ങുമ്പോൾ സംഗീതത്തിന് നന്മയുടെയും സാന്ത്വനത്തിന്റെയും ഗന്ധമായിരിക്കും. ഒരാഴ്ച മുമ്പ് ഓൾഡ് ട്രാഫോർഡിൽ അരീന പാടാനിറങ്ങിയപ്പോൾ പാട്ടിന്റെ ആഘോഷമായിരുന്നില്ല ലോകം കേട്ടത്, മറിച്ച് വെടിമുഴക്കങ്ങളും നിലവിളികളുമായിരുന്നു. ഭീകരാക്രമണത്തിന്റെ കറുത്ത ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മെയ് 22-ലെ ആ സന്ധ്യയ്ക്ക് ഇന്ന് പാട്ടിന്റെ പെരുമയിൽ സാന്ത്വനമേകുകയാണ് സംഗീത ലോകത്തെ നക്ഷത്രങ്ങൾ.
കഴിഞ്ഞ മാസം നടന്ന ഭീകരാക്രമണത്തിൽ മരിച്ചവർക്കുള്ള ആദരാഞ്ജലിയായാണ് ഇന്ന് അതേ വേദിയിൽ അരിയാനയുടെ സംഗീത പരിപാടി നടക്കുക. ജസ്റ്റിൻ ബീബർ, കാറ്റി പെറി, മില്ലി സൈറസ്, കോൾഡ് പ്ലേ, ബ്ലാക്ക് ഐഡ് പീസ്, റോബി വില്യംസ്, ഫാറൽ വില്യംസ് എന്നീ ലോകത്തെ എണ്ണം പറഞ്ഞ പാട്ടുകാരെല്ലാം ഇന്ന് അരിയാനയ്ക്കൊപ്പം പാടുന്നുണ്ട്. ദുരന്ത പ്രതിരോധ ഫണ്ടിലേക്കുള്ള ധനശേഖരാർത്ഥമാണ് പരിപാടി. നേരത്തെ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കാൻ US പോപ്പ് ഗായിക നേരിട്ട് എത്തിയിരുന്നു. അരിയാനയെ കണ്ട പരിക്കേറ്റ ആരാധകർ വേദനയ്ക്കിടയിലും പുഞ്ചിരിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. രാജ്യതലസ്ഥാനത്ത് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് സംഘപരിവാർ ഭീഷണി നിലനിൽക്കെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ദില്ലിയിൽ. EK നായനാർ അനുസ്മരണ പരിപാടിയും 2 ദിവസത്തെ പോളിറ്റ് ബ്യൂറോ യോഗവുമാണ് കോടിയേരിയുടെ ദില്ലിയിലെ പ്രധാന പരിപാടികൾ. കേരളത്തിൽ RSS പ്രവർത്തകർക്കെതിരെ CPM നേതൃത്വത്തിൽ ആക്രമണം നടക്കുന്നുവെന്നാരോപിച്ചാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ദില്ലിയിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് സംഘപരിവാർ സംഘടനകൾ ഭീഷണി മുഴക്കിയത്. കേരള ഹൌസിന് മുന്നിൽ യുവമോർച്ച ദില്ലി ഘടകം സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ വച്ച് സംസ്ഥാന അധ്യക്ഷൻ സുനിൽ യാദവ് പരസ്യമായി കോടിയേരിക്കെതിരെ വെല്ലുവിളി മുഴക്കിയിരുന്നു. യുവമോർച്ചക്കാരുടെ ഭീഷണി കേട്ട് മാളത്തിലൊളിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരെന്ന് കോടിയേരി മറുപടി നൽകി. സംഘപരിവാറിന്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് 4 ദിവസത്തെ പരിപാടികൾക്കായി കോടിയേരി ദില്ലിയിലെത്തുന്നത്. ഇന്ന് വൈകുന്നേരം കേരള ഹൌസിൽ EK നായനാർ അനുസ്മരണ പരിപാടിയിൽ കോടിയേരി മുഖ്യപ്രഭാഷണം നടത്തും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സിനിമാ മേഖലയിൽ GST 28% പ്രതിഷേധം ശക്തിപ്പെടുന്നു. കേന്ദ്ര തീരുമാനം പ്രാദേശിക സിനിമയ്ക്ക് മേൽ കത്തിവെക്കുന്നതിന് തുല്യമെന്ന് സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത് 18% കേന്ദ്രം തയ്യാറാകണം. സർക്കാരുമായി ചർച്ച നടത്തിയ ശേഷം തുടർ തീരുമാനം സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സിനിമാ മേഖലയിലെ ചരക്ക് സേവന നികുതി 28% പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. സംസ്ഥാനത്ത് സിനിമാ മേഖലയിൽ പ്രാദേശിക നികുതി തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈടാക്കിയിരുന്നത്. GST ഇതിനു പുറമെയാണ്. GST കൂടി ഏർപ്പെടുത്തുന്നതോടെ സിനിമാ ടിക്കറ്റിന്റെ പുറത്ത് 53% നികുതി ഏർപ്പെടുത്തുന്ന സ്ഥിതിയാണ് വരിക. കേന്ദ്ര തീരുമാനം പ്രാദേശിക ബദൽ സിനിമകൾക്ക് മേൽ കത്തിവെക്കുന്നതിന് തുല്യമാണെന്ന് സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് വളരെ നിർഭാഗ്യകരമായ ഒരു തീരുമാനമാണ്. അപ്പോൾ ഒരു സിനിമാ ടിക്കറ്റിന്റെ മേൽ 53% ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതി വരും. ചുരുക്കത്തിൽ സംഭവിക്കുന്നത് GST വരുന്നതോടുകൂടി സംഭവിക്കുന്നത് വലിയ കോർപ്പറേറ്റുകൾ നിർമ്മിക്കുന്ന വലിയ സിനിമകൾക്ക് പ്രശ്നമുണ്ടാകാൻ പോകുന്നില്ല. പ്രാദേശിക സിനിമകൾക്കും ചെറിയ സിനിമകൾക്കും ബദൽ സിനിമകൾക്കും അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഏർപ്പാടാണ്. സിനിമാ മേഖലയിലെ സേവന നികുതി 15-ൽ നിന്നും 18%ആക്കിയും ഉയർത്തി. ഇത് മേഖലയിലെ നിർമ്മാണ ചെലവ് ഇരട്ടിയാക്കും. സിനിമാ നിർമ്മാണത്തിന്റെ എല്ലാ മേഖലയെയും ബാധിക്കുന്ന തീരുമാനത്തിൽ നിന്നും കേന്ദ്രം പിൻവാങ്ങണം എന്നതാണ് സംസ്ഥാനത്ത് ചലച്ചിത്ര പ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. കേന്ദ്ര തീരുമാനത്തിനെതിരെ നടൻ കമൽഹാസൻ നേരത്തെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. താനടക്കമുള്ള താരങ്ങൾ അഭിനയം നിർത്തേണ്ടിവരുമെന്ന് കമൽഹാസൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തും പ്രതിഷേധം ശക്തിപ്പെടുന്നത്. സർക്കാരുമായി ചർച്ച നടത്തിയ ശേഷം തുടർ തീരുമാനം കൈക്കൊള്ളാനാണ് സംഘടനകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗൂഗിളിന്റെ ഹോൾ ഫെയിം പട്ടികയിൽ സ്ഥാനം നേടിയ +2 വിദ്യാർത്ഥി നാടിന്റെ അഭിമാനമാകുന്നു. കാസർഗോഡ് പീലിക്കോട്ടെ ശ്രീനാഥ് രഘുനാഥാണ് ഈ കൊച്ചുമിടുകൻ. ഗൂഗിളിന്റെ വീഴ്ച കണ്ടെത്തി തിരുത്തിയതിന് ഗൂഗിൾ തന്നെയാണ് ശ്രീനാഥിന് ഈ അംഗീകാരം നൽകിയത്. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവരസാങ്കേതിക വിദ്യയിൽ പ്രകടിപ്പിച്ച താൽപര്യം ശ്രീനാഥ് രഘുനാഥിനെ നേട്ടങ്ങളുടെ ഔന്നത്യത്തിൽ എത്തിച്ചു. വിവര കൈമാറ്റ വ്യവസായത്തിലെ ഭീമൻ സ്ഥാപനമായ ഗൂഗിളിന്റെ അംഗീകാരമാണ് ശ്രീനാഥിന് സ്വന്തമാക്കാനായത്. ഗൂഗിളിന്റെ ഹോൾ ഓഫ് ഫെയിം അംഗീകാരത്തിനൊപ്പം റിവാർഡിനും ശ്രീനാഥ് അർഹത നേടി. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗിലെ വീഴ്ച സംബന്ധിച്ച ബഗ് കണ്ടെത്തിയതാണ് ശ്രീനാഥിന്റെ നേട്ടം. ഞാൻ കണ്ടുപിടിച്ചത് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്നൊരു വൾനറബിലിറ്റി. ഗൂഗിൾ ലോക്കൽ ഗേറ്റ്സ് എന്നൊരു തേർഡ് പാർട്ടി സൈറ്റ്, അതിന്റെ കമന്റ് ഡിസ്കഷൻ ഫോറങ്ങനൊക്കെ പ്രവർത്തനം നിർത്താൻ പറ്റും. ഒരു ബ്ലാക്ക് ഹാറ്റ് ആക്രസിന് കിട്ടിയാൽ വേണമെങ്കിൽ ഡിഫേസ് തന്നെ ചെയ്യാനാവും. വെബ്സൈറ്റിൽ മെൽഷ്യസ് സ്ക്രിപ്റ്റ് റൺ ചെയ്യാനാകുമെന്നാണ് ശ്രീനാഥ് കണ്ടെത്തിയത്. ഇത്തരം പിശകുകൾ കണ്ടെത്തുന്നവർക്ക് ഗൂഗിൾ തന്നെ അംഗീകാരവും പ്രതിഫലവും നൽകാറുണ്ട്. ഗൂഗിൾ വൾനറബിലിറ്റി റിവാർഡ് പ്രോഗ്രാം എന്നാണ് ഇതറിയപ്പെടുന്നത്. വിവരസാങ്കേതിക വിദ്യയിൽ ഉന്നത പഠനവും ഈ രംഗത്തു തന്നെ തൊഴിലും നേടാനാണ് +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശ്രീനാഥിന്റെ ആഗ്രഹം. IT ഫീൽഡിലേക്ക് തന്നെ പോകാനാണ് താല്പര്യം. ഇനി ഒരു BSc സൈബർ ഫോറൻസിക് എടുക്കാൻ ആഗ്രഹമുണ്ട്. സൈബർ എക്സ്പേർട്ട്, സെക്യൂരിറ്റി അനലിസ്റ്റ്, അതിലേക്ക് പോകാനാണ് ആഗ്രഹം. കാസർഗോഡ് പിലിക്കോട്ടെ രഘുനാഥ് സുജാത ദമ്പതികളുടെ മകനാണ് ശ്രീനാഥ്. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഗോവിന്ദന്റെ ചെറുമകനും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
LDF സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ സമാപനം നാളെ കോഴിക്കോട് നടക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ 10,000-ഓളം പേർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ഹരിത കേരളം മിഷൻ, ആർദ്രം മിഷൻ, ലൈഫ് മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിവയുൾപ്പെടെ സമൂഹത്തിലെ അടിസ്ഥാന വിഭാഗങ്ങളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിവിധ പദ്ധതികളിലൂടെ സംസ്ഥാനത്താകെ വികസനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചാണ് LDF സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷം സമാപിക്കുന്നത്. കഴിഞ്ഞ മാസം 20-ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത ഒന്നാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന സമാപന സമ്മേളനത്തിൽ LDF സർക്കാർ ഒരു വർഷം നടപ്പിലാക്കിയ കർമ്മപദ്ധതികളുടെ പുരോഗതി അവലോകന റിപ്പോർട്ട് എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ അവതരിപ്പിക്കും. മന്ത്രിമാരായ തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, മാത്യു ടി തോമസ്, തോമസ് സ്റ്റാൻഡി എന്നിവരും ജില്ലയിലെ ജനപ്രതിനിധികളും ഉൾപ്പെടെ 10,000-ഓളം പേർ ചടങ്ങിൽ പങ്കെടുക്കും. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രശസ്ത പിന്നണി ഗായകരായ ബിജു നാരായണൻ, രഞ്ജിനി ജോസ് തുടങ്ങിയവർ നയിക്കുന്ന ഗാനസന്ധ്യ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടവേള. കോഴിക്കോട്ടെ ഒരു ചായക്കടയെ പരിചയപ്പെടാം. റംസാൻ കാലത്ത് മാത്രമായി വൈവിധ്യമാർന്ന നിരവധി വിഭവങ്ങളാണ് കോഴിക്കോടിന്റെ ആദാമിന്റെ ചായക്കടക്കാർ ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട്ടൊരു ചായക്കടയുണ്ട്. കോഴിക്കോടൻ സ്റ്റൈലിൽ പറഞ്ഞ ഒരു ഇമ്മിണി വലിയ ചായക്കട. തിന്നാനുണ്ടാക്കല് ഒരു സംഭവ കലയാണെന്ന് ഓല് ഞമ്മക്ക് പറഞ്ഞു തരും. ഈ ഓലാണ് ആദാമിന്റെ ചായക്കടയിലുള്ളോല്. കോഴിക്കോട്ടെ പഴയ വല്യങ്ങാടി മോഡലാണ് കട ഒരുക്കിയിരിക്കുന്നത്. എവിടെ നോക്കിയാലും കോഴിക്കോട്ടെ പഴയ ഭാഷാശൈലി മാത്രം. എടുത്തോളി മുതൽ എല്ലാം. വിഭവങ്ങളാണെങ്കിലും എല്ലാം വെറൈറ്റി. ഉമ്മാമാന്റെ സർബത്ത് മുതൽ ദുനിയാവിലെ ചിക്കൻ വരെ. സൊറ പറയാനാണെങ്കിൽ സൊറമുക്കും സെൽഫി മുക്കും. ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ചീറിപ്പാഞ്ഞത്, ചിക്കൻ മരഞ്ചുറ്റി ഫ്രൈ, കൽബും കരളും ഫ്രൈ, ഉമ്മാമാൻ്റെ സർബത്തുകൾ, ദുനിയാവിലെ ചിക്കൻ, അതൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ ഞങ്ങളത് മാത്രം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. കാലിക്കറ്റിൻ്റെ എന്താ പറയുക, നമുക്ക് വളരെ കൊളോക്കലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് ആ ഭാഷ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. മോറലെസ് ഫുഡിനെക്കാട്ടി ഉപരി ഞങ്ങൾ ആ ഹോസ്പിറ്റാലിറ്റീനെയാണ് ഡിഷിലേക്ക് കൊണ്ടുവരുന്നത്. നോമ്പുകാലത്തെ സ്പെഷ്യലായി 50-ലധികം വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നോമ്പുതുറ നേരമായാൽ പിന്നെ വൻ തിരക്കാണ് ആദാമിന്റെ ചായക്കടയിൽ. കോഴിക്കോട് ബീച്ചിന് സമീപത്തായുള്ള ഈ ചായക്കട ഭക്ഷണപ്രേമികളെ വരവേൽക്കുന്നത് കോഴിക്കോടൻ വിഭവങ്ങളുടെ കൊതിയൂറുന്ന മണവുമായാണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ രുചിക്കൂട്ടുകളുടെ ദുനിയാവ് തന്നെയാണ് കോഴിക്കോട്ടെ ഈ ആദാമിന്റെ ചായക്കട. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അശീതി നിറവിലെത്തിയ കഥകളിയുടെ അത്ഭുതം. കലാമണ്ഡലം ഗോപിക്ക് പ്രിയ ശിഷ്യൻ മോഹൻലാലിന്റെ പ്രണാമം. ഗോപി ആശാന്റെ 80-ാം പിറന്നാൾ ആഘോഷത്തിൽ ഹരിതം എന്ന പേരിൽ തൃശൂരിൽ നടന്ന പരിപാടിയിലാണ് കളിത്തട്ടിലെയും വെള്ളിത്തിരയിലെയും നടന വിസ്മയങ്ങൾ വീണ്ടും ഒത്തുചേർന്നത്. കഥകളിയെ ജീവിതമാക്കിയ ഗോപിയാശാൻ എന്ന അരങ്ങിന്റെ നിത്യവസന്തത്തിന് 80 വയസ്സ് പൂർത്തിയാകുമ്പോൾ ആശംസകൾ നേരാനെത്തിയവരിൽ പ്രധാനിയായി പ്രിയ ശിഷ്യൻ മോഹൻലാൽ. കഥകളിയിലെ നിത്യവസന്തത്തെ വെള്ളിത്തിരയിലെ ഇതിഹാസം വിവരിച്ചു കാട്ടിയത് ഒറ്റവാക്യത്തിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം കഥകളി എന്നാൽ ഗോപിയാശാനാണ്, ഗോപിയാശാൻ എന്നാൽ കഥകളിയാണ്. ഏറെ ആരാധിച്ചിരുന്ന നടന വൈഭവത്തെ ആദ്യമായി നേരിൽ കാണാനായതും അന്നു മുതൽ കാത്തു സൂക്ഷിക്കുന്ന ഹൃദയബന്ധത്തെയും മോഹൻലാൽ തുറന്നുകാട്ടി. അദ്ദേഹം വാനപ്രശ്നം എന്ന ചിത്രത്തില് എൻ്റെ അമ്മായി അച്ഛനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്, എൻ്റെ ഫാദറിലായിട്ടാണ്. സിനിമയിലെ അഭിനയ ബന്ധം അദ്ദേഹവുമായിട്ടുള്ള ആയുഷ്കാല സൗഹൃദമായി മാറുകയായിരുന്നു. ഇന്നും ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ വിളിക്കുന്നത് അമ്മായി അച്ഛ എന്നാണ്. അസുഖമാണോ എന്ന് ചോദിക്കാറുണ്ട്. നളചരിതം ആട്ടക്കഥയിലെ കഥാസന്ദർഭത്തിന് ചമയങ്ങളേതുമില്ലാതെ ഗോപിയാശാൻ ഭാവവിസ്മയം നൽകിയത് ആസ്വാദകരിൽ അത്ഭുതം പകർന്നു. പിന്നാലെ ആശാന്റെ നവരസങ്ങൾ കൂടി ഒരുമിച്ച് കാണാൻ ചടങ്ങിനെത്തിയ 100 കണക്കിന് കഥകളി പ്രേമികൾക്ക് അവസരമുണ്ടായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.